എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പൊന്നോണക്കാലത്തിലെ മറ്റൊരു പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് സദ്യ സ്റ്റൈൽ രസമാണ് കേട്ടോ. അപ്പോൾ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സദ്യേൻ്റെ കൂടെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് രസം വയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക്, 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, ഒരു 10-15 മണി ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം വാഷ് ചെയ്യണം കേട്ടോ. നന്നായി വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഇടികല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് അങ്ങ് പൊടിക്കുക, മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ ക്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി എടുത്ത് നന്നായിട്ട് തോലൊക്കെ ചെത്തി വാഷ് ചെയ്തെടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് ചതക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ആ ഒരു കുരുമുളക് പൊടിച്ച് മാറ്റി വെച്ച പാത്രത്തിലേക്ക്, ചതച്ച് മാറ്റി വെച്ച പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു ഇഞ്ചി മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നിങ്ങളെടുത്ത് വലുതാണ് ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് കുറവെടുത്താൽ മതി. എൻ്റെ അടുത്ത് വളരെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഞാനൊരു 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒരുപാട് അരിഞ്ഞ് കിട്ടണ്ട. അത് കണ്ടോ, ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ ഇടികല്ലിൽ തന്നെ നമ്മൾ ഒരു 6-7 ചെറിയുള്ളിയും കൂടി ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഇതൊരു കാരണവശാലും നിങ്ങൾ മിക്സിയിൽ എന്താ പറയുക, ക്രഷ് ചെയ്തെടുക്കരുത് കേട്ടോ. മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി അങ്ങ് ജ്യൂസി ആയിപ്പോയി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ചെറുതായിപ്പോയി. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ ഒന്ന് കിട്ടിയാൽ മതി കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഒന്ന് ചതച്ച് എല്ലാം ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല, അപ്പോൾ കറിവേപ്പില അത്യാവശ്യമാണ്. കറിവേപ്പിലയും കൂടി ഇതിൽ ചേർക്കണം കേട്ടോ നിങ്ങൾ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളി. അപ്പോൾ എനിക്ക് ചെറിയ തക്കാളി ആയതുകൊണ്ട് ചെറിയ 2 തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിച്ചപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മല്ലിച്ചപ്പിൻ്റെയൊക്കെ ഫ്ലേവർ എന്ന് പറയുമ്പോൾ നമുക്ക് രസത്തിലൊട്ടും എന്താ പറയുക, രസത്തിന് നമുക്ക് പൂർണ്ണമാക്കുന്ന ടേസ്റ്റാണ് ഈ ഒരു മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ. അപ്പോൾ അത് നിർബന്ധമാണ്. പിന്നെ നമുക്ക് കറിവേപ്പില അത്യാവശ്യമാണ്, പക്ഷേ നമ്മളെടുത്ത് ഇപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നിങ്ങളെടുക്കുമ്പോൾ മല്ലിച്ചപ്പും ഇത് കറിവേപ്പിലയും കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിതേ ഇതുപോലെയാണ് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ തക്കാളി ഇതുപോലെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളി അരിയുന്നതിൻ്റെ കനമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കും. ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം രസം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നമുക്ക് എന്താ പറയുക, കളർഫുള്ളായിട്ട് ഈ ഒരു തക്കാളീൻ്റെ പീസസ് ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ അതൊരു ഭംഗിയാണ്. കഴിക്കുമ്പോഴും അതൊരു രസമാണ് ഇടയ്ക്കൊന്ന് കടിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കനത്തിൽ. ഇപ്പോൾ ഇതിലും ചെറിയ കനത്തിൽ, കുറഞ്ഞ കനത്തിൽ വേണമെങ്കിലും അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ എന്തോരം എമൗണ്ട് രസം വെക്കുന്നുണ്ട് അതിൻ്റെ അളവനുസരിച്ചാണ് ഈ ഒരു എടുക്കുന്ന സാധനങ്ങളുടെ അളവ് എടുക്കണ്ടേ കേട്ടോ. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു 8-9 പേർക്ക് സെർവ് ചെയ്യാൻ പാകത്തിനുള്ള രസമാണ് വെക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് പറയാം. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്, ഒരു 1/2 ടീസ്പൂണിൽ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഉപ്പുമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ നിങ്ങൾ എടുക്കുന്ന എമൗണ്ട് വെള്ളത്തിനനുസരിച്ചും ഒക്കെ ഇതിൽ മാറ്റം വരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതലാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ച് ഇതെല്ലാം കൂടുതൽ, ഈ പൊടികളുടെ അളവെല്ലാം കൂടുതൽ എടുത്തോളൂ. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ്. ഇവിടെ വയനാട്ടിൽ ഇപ്പോൾ ഒരു 3 മാസത്തോളമായിട്ട് അടുപ്പിച്ച് നല്ല കിടുക്ക മഴയാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ടയായിട്ടിരിക്കുകയാണ്. 1 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ അളവ് വരെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു 10-20 മണി ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടിയാണ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് ചേർത്ത് അത്യാവശ്യം നല്ലൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇഞ്ചിയും നമ്മളെ ഈ ഒരു വെളുത്തുള്ളിയൊക്കെ അങ്ങ് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ, നമ്മളുടെ ഈ ഒരു രസത്തിൻ്റെ ഫ്ലേവർ മാറും. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, ഒന്നും തന്നെ കരിഞ്ഞു പോകരുത്. അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ ചെറിയ ജീരകം, അതായത് ക്യൂമിൻ സീഡ് കേട്ടോ, ചെറിയ ജീരകവും കുരുമുളകും ഉലുവയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവേൻ്റെ അളവ് കൂടി പോകരുത്, കാരണം നമ്മൾ ഇത് കടുക് വറക്കുന്ന സമയത്ത് ഒരു 10 മണിയോളം ഉലുവ ഇടണം. ഈ ചതയ്ക്കുന്നതിൽ നമ്മൾ കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഉലുവയുടെ പൗഡറാണ് കയ്യിലുള്ളതെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ അളവിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ നമ്മൾ ക്രഷ് ചെയ്ത് ചേർത്തതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
എന്നിട്ട് ആ പൊടികൾ കരിഞ്ഞു പോകാതെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കണ്ടില്ലേ, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി, നിങ്ങൾ വലിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. കാരണം ഇതിലേക്ക് നമ്മൾ പുളി ചേർക്കുന്നുണ്ടല്ലോ, വാളംപുളി ചേർക്കുന്നുണ്ട്. സാമ്പാറിലൊക്കെ പിഴിഞ്ഞൊഴിക്കുന്ന പുളി ഉണ്ടല്ലോ, അത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുളി ഒത്തിരി അധികം വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒരു അരപ്പൊട്ട് തക്കാളി ആണെങ്കിലും ചേർത്താൽ മതി. എനിക്ക് വളരെ ചെറിയ തക്കാളി ആയതിനെക്കൊണ്ട് ഞാൻ 2 എണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ തക്കാളി ഒന്ന് വഴണ്ട് വരട്ടെ. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ നല്ല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം. അത് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഈ വെള്ളം നമുക്ക് പോരാ. ഇനി ഇതിലേക്കൊരു 2-2.5 ഗ്ലാസ്സോളം നമുക്ക് എന്തോരം എമൗണ്ട് വെള്ളം വേണോ അത്രയും വെള്ളം, ഇത് കുറച്ച് ഇരുന്നൊന്ന് പറ്റും കൂടി വേണം. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കായം, ഇത് പിന്നെ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത്. കായമാണ് നമ്മുടെ രസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് എന്തോരം കായം നമുക്ക് എടുക്കുന്ന കറിയുടെ അളവനുസരിച്ച്, അതായത് രസത്തിൻ്റെ എമൗണ്ട് അനുസരിച്ച് കായത്തിൻ്റെ പീസിനൊക്കെ വ്യത്യാസം വരുത്തണം. പിന്നെ അതിലേക്ക് ഞാനൊരു കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ഗ്ലാസ് അളവിൽ വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് എത്രത്തോളം വെള്ളമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊടികളൊക്കെ എടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് എന്താ പറയുക, ഈ ഒരു ചേർത്തിട്ടുള്ള നമ്മൾ ചതച്ച് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം ടേസ്റ്റ് ഈ ഒരു നമ്മൾ ചേർത്ത വെള്ളത്തിലേക്ക് വരണം. നമ്മൾ പുളി ചേർത്തിട്ടുണ്ട്, ഒരു വല്ലാത്തൊരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണല്ലേ. പുളിയുണ്ട്, എന്നാൽ ആ നേരം നല്ല എരിവുണ്ട്, പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും കൂടി ഒരു ടേസ്റ്റും കൂടി വന്നിട്ട് പുളിയും എരിവും. ചിലർ ഇതിനകത്ത് പിന്നെ വെല്ലം, ചെറിയൊരു പീസ് വെല്ലം ചേർക്കുന്നത്, അതായത് വളരെ മൈന്യൂട്ടായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കാൻ പാടില്ല, എന്നാലും വളരെ കുറച്ച് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ വെല്ലമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ല മണമാണ് കേട്ടോ ആ ഒരു മല്ലിച്ചപ്പിൻ്റെയും നമ്മൾ ആ ചതച്ചിട്ടിരിക്കുന്ന കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമാണ് കേട്ടോ. അപ്പോൾ രസം വെക്കാൻ എത്ര സിമ്പിളാണല്ലേ, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സദ്യക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. നമ്മൾ ഒരുപാട് ഓണ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ, എല്ലാവരും കയറി കണ്ട് നോക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോലെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്